ഉദുമ മൈനാട്ടിയിലെ കാസർഗോഡ് ജില്ലാ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് സന്ദർശിച്ചു. പ്രവൃത്തി പുരോഗതിയിൽ തൃപ്തി രേഖപ്പെടുത്തിയ മന്ത്രി ഒക്ടോബറോടെ പദ്ധതി കമ്മീഷൻ ചെയ്യുമെന്നും പറഞ്ഞു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ വൈദ്യുതി വിതരണ ശൃംഖലയെ കൂടുതൽ കാര്യക്ഷമവും വിശ്വസനീയവുമാക്കാൻ KSEBയിൽ നടപ്പിലാക്കുന്ന ചരിത്രപ്രധാനമായ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അഥവാ BES പദ്ധതികളുടെ പുരോഗതിയാണ് വൈദ്യുതി പരിസ്ഥിതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് നേരിട്ട് സന്ദർശിച്ച് വിലയിരുത്തിയത്. ജില്ലയെ സുരക്ഷിതവും ആധുനികവുമായ പുനരുപയോഗ ഊർജ്ജാധിഷ്ഠിത സംവിധാനത്തിലേക്ക് നയിക്കുന്ന ഈ പദ്ധതികൾ നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. പകൽ സമയത്തെ അധിക സൗരോർജ്ജം സംഭരിച്ച് വൈകുന്നേരങ്ങളിലെയും പീക്ക് ലോഡ് സമയങ്ങളിലെയും ഉയർന്ന ആവശ്യകത നിറവേറ്റുന്നതാണ് BESS സാങ്കേതികവിദ്യ. ഇതുവഴി വോൾട്ടേജ് വ്യതിയാനവും വൈദ്യുതി ക്ഷാമവും പരിഹരിക്കാനും ഉയർന്ന നിരക്കിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത് ഒഴിവാക്കി KSEBLന്റെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനും സാധിക്കും. ഉദുമ ഗ്രാമപഞ്ചായത്തിലെ ബാര മൈനാട്ടിയിലുള്ള 220 kV സബ്സ്റ്റേഷന്റെ ശേഷി 125 മെഗാവാട്ട് ബാർ 500 മെഗാവാട്ടാണ്. 5 ലക്ഷം യൂണിറ്റാണ് പ്രതിദിന സംഭരണശേഷി. ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യ 4 അവർ സ്റ്റോറേജ് പദ്ധതിയാണിത്. SCCI ഇംപ്ലിമെന്റ് ഏജൻസിയായും JSW എനർജി ലിമിറ്റഡ് പദ്ധതി ഡെവലപ്പറായും പ്രവർത്തിക്കുന്നു. BOO മാതൃകയിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. പ്രധാന സിവിൽ ജോലികൾ ജൂലൈ 30 തന്നെ പൂർത്തിയാകും. വിദേശത്തു നിന്നുള്ള ഇൻവെർട്ടർ സപ്ലൈ ഈ മാസവും ബാറ്ററി കണ്ടെയ്നറുകൾ ഓഗസ്റ്റ് അവസാനത്തോടെയും എത്തും. ഈ വർഷം ഒക്ടോബർ 16 പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. കാരടക്ക് ഗ്രാമപഞ്ചായത്തിലെ മുള്ളേരിയയിലെ 110 kV സബ്സ്റ്റേഷന്റെ ശേഷി 15 മെഗാവാട്ടാണ്. ദിനം പ്രതി 60,000 യൂണിറ്റാണ് സംഭരണശേഷി. NHPC ഇംപ്ലിമെന്റ് ഏജൻസിയായും ഓപ്പറ എനർജി ലിമിറ്റഡ് ഡെവലപ്പറായും ഇത് പ്രവർത്തിക്കുന്നു. പവർ ട്രാൻസ്ഫോമർ ഡെലിവറിയും ഇൻവെർട്ടർ സപ്ലൈയും പൂർത്തിയായി സാമ്പിൾ ടെസ്റ്റിംഗ് നടക്കുകയാണ്. ഓഗസ്റ്റ് 20 ബാറ്ററി കണ്ടെയ്നറുകൾ എത്തും. 2026 ഒക്ടോബർ 15 പദ്ധതി പൂർത്തിയാകും. കാസർഗോഡിന്റെ ഭാവി ഊർജ്ജാവശ്യങ്ങൾ മുന്നിൽ കണ്ടുള്ള ദീർഘകാല നിക്ഷേപമാണ് 12 വർഷത്തെ പ്രൊജക്ട് ലൈഫുള്ള ഈ പദ്ധതികൾ. വ്യവസായം, IT, ടൂറിസം, കൃഷി തുടങ്ങിയ മേഖലകളുടെ വളർച്ചയ്ക്കും ഇലക്ട്രിക് വാഹന ചാർജിംഗ് ശൃംഖല വികസിപ്പിക്കുന്നതിനും അടിയന്തര സാഹചര്യങ്ങളിൽ ബാക്കപ്പ് വൈദ്യുതി ലഭ്യമാക്കാനും ഇത് സഹായിക്കും. പദ്ധതികൾ സമയബന്ധിതമായി ഒക്ടോബറോടെ കമ്മീഷൻ ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ഏജൻസികൾക്കും മന്ത്രി നിർദ്ദേശം നൽകി. K. നീലകണ്ഠൻ MLA, സംസ്ഥാന വൈദ്യുതി ബോർഡ് ഡയറക്ടർ MP രാജൻ, ട്രാൻസ്മിഷൻ ചീഫ് എഞ്ചിനീയർ ഷജി സുധാകരൻ, RES ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആശ മാർട്ടിൻ, കാസർഗോഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശിവദാസൻ, ESJSW പ്രതിനിധികൾ എന്നിവർ മൈനാട്ടിയിൽ നടത്തിയ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉദുമ.